കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി നാടൻ പനീർ ബട്ടർ മസാലക്കറിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ അതിനു വേണ്ടി ഒരു 300 ഗ്രാം വരുന്ന പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 സബോള കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു 15 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2-3 എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അത്രയുമാണ് വേണ്ടത്. പിന്നെ ഒരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വേണേ. സബോള മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാവേ. പിന്നെ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തൊന്ന് കൊടുക്കാവേ. നമുക്ക് ഈ ബട്ടർ ഒന്ന് ഇതിനകത്തൊന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരുപാട് ഫ്രൈ ചെയ്യുന്ന ഒത്തിരി അങ്ങ് ഉണങ്ങിപ്പോകണ്ട, അല്ലാതെ ഒരു ജസ്റ്റ് അതിനകത്തൊരു മെറൂൺ കളറാവുന്ന വരുമ്പോഴത്തേക്കിനും നമുക്കത് കോരി മാറ്റാവേ. അത് പനീർ ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. അപ്പം നമുക്ക് വറുത്ത് വന്നപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഹാർഡായിട്ടില്ല, കറക്റ്റ് പരുവത്തിൽ തന്നെയാണ്. ഇനി നമുക്കതേ ഇതിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 കഷ്ണം ഗ്രാമ്പുവും ഒരു 2 കഷ്ണം ഏലക്കായും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മണമൊക്കെ ഒന്ന് വരട്ടെ ഇതിൻ്റെ. അപ്പോഴത്തേനും ഞാനൊരു നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവോളയോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. സവോളയൊന്ന് നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പം നന്നായിട്ട് വഴണ്ടൊന്ന് വരട്ടെ. വഴണ്ട് വരുന്ന സമയത്തേക്ക് ഒരു തക്കാളിയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഇട്ടത് നന്നായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി പൊടിയൊക്കെ നല്ല മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇത്തിരി വെള്ളം ചേർത്ത്, തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അത് നല്ല തിളപ്പിച്ച് കുറുകി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് നമ്മുടെ തേങ്ങാപ്പാൽ കേട്ടോ. നമ്മൾ നാടൻ രീതി വെക്കുന്നുണ്ട് തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ.